നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. മദ്യനയം സംബന്ധിച്ച് UDF-ലും കോൺഗ്രസിലും ചർച്ച ചെയ്യുന്നതാണ് ഉചിതമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റാന്നിയിൽ നാഷണൽ ലോക് അദാലത്ത് നടന്നു. തീർപ്പാക്കാതെ കിടന്ന നിരവധി കേസുകൾക്കും ഫയലുകൾക്കും തീർപ്പായി. എരുമേലി ശബരിമല പാതയിലെ കണമലപ്പാലം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 23-ന് ഉദ്ഘാടനം ചെയ്യും. 7,60,00,000 രൂപയാണ് നിർമ്മാണ ചെലവ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മദ്യനയം സംബന്ധിച്ച് UDF-ലും കോൺഗ്രസിലും ചർച്ച ചെയ്യുന്നതാണ് ഉചിതമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. ഈ മാസം 15-ന് ചേരുന്ന UDF യോഗം വിഷയം ചർച്ച ചെയ്യും. മദ്യനയത്തിൽ മാറ്റം വരുത്തേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ ഇല്ലെന്നും സുധീരൻ പറഞ്ഞു. ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതാണ് യഥാർത്ഥ പ്രായോഗികത. ഒരിക്കലും താൻ ഏകപക്ഷീയമായ തീരുമാനം എടുത്തിട്ടില്ല. സ്വന്തം പ്രതിച്ഛായ മോശമാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ അതേപടി വിശ്വസിക്കാൻ ആവില്ലെന്നും സുധീരൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവർ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് സ്റ്റേഷനുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടുള്ള പോലീസിന്റെ സമീപനം നല്ല രീതിയിൽ ആക്കണമെന്ന് ചെന്നിത്തല പറഞ്ഞു. ഇത് സംബന്ധിച്ച നിർദ്ദേശം ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുണ്ടെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിനായി ആരംഭിച്ച സുബല കോംപ്ലക്സിന്റെ അടിയന്തര എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം 9-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ജില്ലാ കളക്ടർ S. ഹരികിഷോറിന്റെ അധ്യക്ഷതയിൽ ചേംബറിൽ നടക്കുമെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadsheri-Kara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect Lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നാഷണൽ ലോക് അദാലത്ത് നടന്നു. റാന്നി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, മുൻസിഫ് കോടതി, DFO ഓഫീസ്, താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലായിട്ടാണ് അദാലത്ത് നടന്നത്. തീർപ്പാകാതെ കിടന്ന നിരവധി കേസുകൾക്കാണ് അദാലത്തിലൂടെ തീർപ്പായത്. പത്തനംതിട്ട ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിവിധ കോടതികൾ, സർക്കാർ ഓഫീസുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നാഷണൽ ലോക അദാലത്ത് നടന്നു. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. ജില്ലയിൽ മൊത്തം 15,000 കേസുകളും വിവിധ സർക്കാർ ഓഫീസുകളും അധികാര സ്ഥാനങ്ങളിലുമുള്ള 14,782 കേസുകളാണ് തീർപ്പാക്കാനായി ജില്ലയിൽ തുറന്ന 80-ലധികം കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നത്. വിവിധ കോടതികളിൽ തീർപ്പാക്കാനുള്ള കേസുകൾ, ഒത്തുതീർപ്പാക്കാവുന്ന ക്രിമിനൽ കേസുകൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റേഷൻ ആക്ടിലെ 138-ാം വകുപ്പ് പ്രകാരമുള്ള കേസുകൾ, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കേസുകൾ, വൈവാഹിക കുടുംബ കോടതി കേസുകൾ, വസ്തു പണമിടപാട് തൊഴിൽ സംബന്ധമായ കേസുകൾ, വാടക കുടിശ്ശിക പിരിച്ചെടുക്കൽ, ജപ്തി, വസ്തുഭാഗം വയ്ക്കൽ, റവന്യൂ കേസുകൾ എന്നിവയും വിവിധ അധികാര സ്ഥാനങ്ങളുടെയും മുൻപിൽ തീർപ്പാക്കാനുള്ള ഫയലുകൾ, തർക്കങ്ങൾ, പോക്കുവരവ്, ഭൂനികുതി, വസ്തുനികുതി, കെട്ടിടനികുതി, ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ചുള്ള കേസുകൾ തുടങ്ങി വസ്തുതർക്കം, എക്സൈസ്, ടെലിഫോൺ, പെറ്റി ക്രിമിനൽ കേസുകൾ എന്നിങ്ങനെ വിവിധതരം കേസുകൾക്കാണ് അദാലത്തിൽ തീർപ്പായത്. റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, മുൻസിഫ് കോടതി, ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, റാന്നി ലീഗൽ സർവീസസ് കമ്മിറ്റി ഓഫീസ് എന്നിവിടങ്ങളിലായിട്ടാണ് അദാലത്ത് നടന്നത്. റാന്നി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസിന്റെ മുൻപിൽ 1300ഓളം കേസുകൾ പരിഗണനയ്ക്ക് വന്നു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന മോട്ടോർ ആക്സിഡന്റ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിൽ വന്നത് 271 കേസുകളായിരുന്നു. റാന്നി ജോയിന്റ് RTO
ശശികുമാർ പി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജിമോൻ PH, അഡ്വക്കേറ്റ് മെമ്പർ ബിന്ദു റജി എന്നിവരുടെ മുമ്പാകെയാണ് ഇതു സംബന്ധിച്ചുള്ള കേസുകൾക്ക് തീർപ്പായത്. റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് തീർപ്പാകാതെ കിടന്ന 28 കേസുകൾക്കാണ് DFO S ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് പ്രേംകുമാർ, KCF KR അനിൽകുമാർ, റാന്നി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നൌഷാദ്, വടശ്ശേരിക്കര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഹരികൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ തീർപ്പായത്. റാന്നി മുൻസിഫ് കോടതിയിൽ തീർപ്പാകാതെ കിടന്നിരുന്ന 220ഓളം സിവിൽ കേസുകളാണ് മുൻസിഫ് അമ്പിളിചന്ദ്രൻ മുമ്പാകെ പരിഗണനയ്ക്ക് വന്നത്. ഫെഡറൽ ബാങ്കിന്റെ മാത്രമായി മുൻസിഫ് കോടതിയിൽ ഒരു കൗണ്ടർ ഒരുക്കിയിരുന്നു. മറ്റു ബാങ്കുകളുടെ കേസുകൾ സംബന്ധിച്ചുള്ള തീർപ്പാക്കൽ മുൻസിഫ് കോടതിയിൽ നടന്നു. റവന്യൂ സംബന്ധിച്ച് തീർപ്പാക്കുവാനുള്ള 142ഓളം കേസുകൾക്കാണ് റാന്നി താലൂക്ക് ഓഫീസിലെ 3 കൗണ്ടറുകളിലായി നടന്ന അദാലത്തിൽ പരിഹാരം കണ്ടത്. തഹസീൽദാർ PT എബ്രഹാം, അഡ്വക്കേറ്റ് എബ്രഹാം പനച്ചിമൂട്ടിൽ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ മുൻപാകെയും അഡീഷണൽ തഹസീൽദാർ M ശ്രീദേവി, ഡെപ്യൂട്ടി തഹസീൽദാർ സാജൻ വറീസ് എന്നിവരുടെ ബെഞ്ചിലുമായിട്ടാണ് താലൂക്ക് ഓഫീസിൽ റവന്യൂ സംബന്ധിച്ചുള്ള കേസുകൾക്ക് തീർപ്പ് കൽപ്പിച്ചത്. നിങ്ങൾക്ക് മേലോട്ട് വണ്ടി കയറാൻ സ്ഥലം ബാക്കി വഴിയുണ്ടോ? നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? റോഡുണ്ടോ അവിടെ? വാഹനം പ്രവേശിക്കാനുള്ള സൗകര്യം വേണം. അതാണ് വരാനും ഈ 4 അടി ഞങ്ങൾ അത് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ അതിലിട്ടേക്കുന്നത് 4 അടി എന്ന് പറഞ്ഞ ചകച്ചുണ്ടോ ഇല്ല? നിങ്ങൾ അളന്ന് നോക്കിയോ? അറിയത്തില്ലല്ലോ. അവര് പറഞ്ഞത് 4 അടി വഴി ഇട്ടിട്ടുണ്ടെന്നാണ്. നിങ്ങൾ ഇല്ലെന്നോ? ഈ അവസരമായിട്ട് മാറി മാറി പറയും. ഇപ്പോൾ ഒരു ഓർഡർ എടുത്തിട്ട് 4 അടി വഴി അവരവിടെ വീതിയിൽ സ്ഥലം ഇപ്പം നിലവിൽ നിങ്ങളായാലും നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ അദാലത്ത് കൗണ്ടറുകളിൽ വ്യവഹാരം സംബന്ധിച്ച് എത്തിയവരുടെ നല്ല തിരക്ക് പ്രകടമായിരുന്നു. മുനിസിപ്പൽ കോടതിയുടെ സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമായിരുന്നു. തീർപ്പാകാതെ കിടന്നിരുന്ന കേസുകൾക്ക് തീർപ്പാക്കുവാൻ അദാലത്ത് വളരെയേറെ സഹായിച്ചുവെന്ന് അദാലത്തിനെത്തിയവർ അഭിപ്രായപ്പെട്ടു. സിറ്റി ന്യൂസ്, റാന്നി. നിറവ് പദ്ധതി പ്രകാരം റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ജൈവ പച്ചക്കറി കൃഷിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു. രാജു എബ്രഹാം MLA ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. റാന്നി നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ജൈവ പച്ചക്കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച നിറവ് പദ്ധതിയുടെ അങ്ങാടി ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലയിൽ റാന്നി നിയോജകമണ്ഡലത്തിലും കോന്നി നിയോജകമണ്ഡലത്തിലും മാത്രമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിലെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ചില നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. നമ്മുടെ ഒരു പഞ്ചായത്തിൽ ഏതാണ്ട് 30,000 തൈകൾ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഏതാണ്ട് 8,000-ഓളം തൈകൾ ഇവിടെ 8,000-ഓളം തൈകൾ ഇന്ന് ഇവിടെ അങ്ങാടി പഞ്ചായത്തിലെ വാർഡുകളിൽ വിതരണം ചെയ്യാൻ എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ഭാരവാഹികളും ചേർന്നാണ് ഇത് ഓരോ ഭവനങ്ങളിലേക്കും എത്തിക്കുന്നത്. ഇപ്പോൾ ശരാശരി ഒരു വീട്ടിൽ ഏതാണ്ട് ഒരു 4-5 തൈകൾ നമുക്ക് എത്തിക്കാൻ കഴിയും. മഴ അല്പം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B സുരേഷ് അധ്യക്ഷനായിരുന്നു. അങ്ങാടിയിലെ മുഴുവൻ വീട്ടിലും പച്ചക്കറി തോട്ടം എന്ന ആശയത്തോടു കൂടി നമ്മുടെ പ്രിയങ്കരനായ MLA കഴിഞ്ഞ 1-2 മാസത്തിന് മുമ്പേ നമ്മുടെ തൃശ്ശൂരിൽ ഞങ്ങളൊക്കെ പോയതുകൊണ്ട് ഈ ക്ലാസ്സിന് MLAയുടെ നേതൃത്വത്തിൽ തന്നെ ആ ക്ലാസ് എടുക്കുകയും റാന്നിയിലെ മുഴുവൻ പ്രദേശങ്ങളിൽ ഓരോ വീടുകളിലും പച്ചക്കറി കൃഷി ആവശ്യമാണെന്ന് പറയുകയും അതും പ്രകാരം നമ്മുടെ അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 30,000 പച്ചക്കറി കൃഷി വിത്തുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങാടിയിലെ മുഴുവൻ വീടുകളിലും ഇതിൻ്റെ ഗുണം ലഭിക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ റാന്നിയുടെ MLA ഇവിടെ സ്ഥലത്തുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഇവിടെ വന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൊന്ന് സംസാരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റജി പുകത്തൂർ, രാജേഷ് പഴയപുരയിൽ, ഓമന വടക്കേത്ര, സിന്ധു ഗോപാലൻ, ജോളി ബാബു തുടങ്ങിയവരും CDS ചെയർപേഴ്സൺ ജഗദമ്മ രാജൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. 30,000 തൈ വെച്ചാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. വഴുതന, തക്കാളി,
മുളക്, ക്യാബേജ്, കോളിഫ്ലവർ, അത് കോളിഫ്ലവറും ക്യാബേജിലും സീതത്തോട് പഞ്ചായത്ത് 12 പഞ്ചായത്തിൽ 30,000 വെച്ച് 3,60,000 തൈയാണ്. ഏകദേശം 8 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. അപ്പം ബഹുമാനപ്പെട്ട എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം നിറവ് പദ്ധതി എന്ന് പറഞ്ഞാൽ എല്ലാ പദ്ധതികൾ ഈ ജില്ലയിൽ വരുന്നുണ്ട്. ആ പദ്ധതി പ്രകാരം മുഴുവൻ ജനങ്ങൾക്ക് ഇവിടുത്തെ ഓരോ വീടുകളിലും പച്ചക്കറി ചെയ്യാൻ വേണ്ടി വിഷമില്ലാത്ത പച്ചക്കറി ചെയ്ത് പഠിക്കാൻ വേണ്ടി ബേസിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അതിന് പ്രകാരം ഞങ്ങൾ 30,000 തൈ ഫ്രീ ആയിട്ട് എല്ലാ പഞ്ചായത്തിലെ വീടുകളിലും കൊടുക്കാനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് നടന്ന കാര്യങ്ങളെല്ലാം ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെ നടണം, അതെങ്ങനെ പരിചരിക്കും. ജില്ലയിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനത്തിന് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം യൂണിറ്റ് ഓഫീസിലും പത്തനംതിട്ട അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ജനറലുടെ ഓഫീസിലും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലും പട്ടിക പരിശോധിക്കാവുന്നതാണ്. ഇടവേള. The key to your dream home is ready. Move in for a lifetime happiness. Shrine Habitat at Kalathipadi, Kottayam. Located in a 5-acre luxurious gated community with ultra-modern amenities. Call 9349892210. വാർത്തകൾ തുടരുന്നു. എരുമേലി ശബരിമല പാതയിൽ പുതുതായി നിർമ്മിച്ച കണമല പാലത്തിന്റെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി നിർവഹിക്കും. 7,60,00,000 രൂപ മുടക്കി നിർമ്മിച്ചതാണ് കണമല പാലം. 7.60 കോടി രൂപ മുടക്കി പണികൾ പൂർത്തീകരിച്ച കണമല പാലത്തിന്റെ ഉദ്ഘാടനം 23-ാം തീയതി വൈകുന്നേരം 4-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് രാജു എബ്രഹാം MLA അറിയിച്ചു. 23-ാം തീയതി ഉച്ച കഴിഞ്ഞ് 4 മണിയോടുകൂടി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കുകയാണ്. മുമ്പ് അവിടെ കോസ്വേ ആയിരുന്നു. പക്ഷേ ശബരിമല സീസൺ ആകുമ്പോൾ 7-8 മണിക്കൂറുകൾ ആ കോസ്വേയിൽ വാഹന കുരുക്കാണുള്ളത്. ആ വലിയ വാഹന ഗതാഗത സ്തംഭനം പരിഗണിച്ചുകൊണ്ടാണ് കണമലയിൽ ഒരു പാലം നിർമ്മിക്കണം എന്നുള്ള ആശയമുണ്ടായത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ പാലം നിർമ്മിക്കാനുള്ള ഏതാണ്ട് 6 കോടി രൂപ നൽകുകയുണ്ടായി. ശബരിമല പാക്കേജ് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്ക് പ്രത്യേകം മുൻകൈ എടുത്താണ് എൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ ശബരിമല പാക്കേജ് കൊണ്ടുവന്നത്. പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ AS കിട്ടി, TS കിട്ടി, മന്ത്രി മോൻസ് ജോസഫ് അത് തറക്കല്ലിട്ടു. പക്ഷേ വനം വകുപ്പ് അനുമതി നൽകാഞ്ഞതുകൊണ്ട് നമുക്കതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ഈ ഗവൺമെൻറ് വന്ന ശേഷം ഏതാണ്ട് 1.5 കോടി രൂപ കൂടി അധികം പുതിയ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് തന്നു. മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നല്ല രൂപത്തിൽ മുൻകൈ എടുത്തുകൊണ്ടാണ് സമയബന്ധിതമായി പാലം പണി പൂർത്തിയാക്കാൻ വേണ്ടി ഉള്ള നിർദ്ദേശങ്ങൾ നൽകിയത്. എരുമേലി ശബരിമല പാതയിൽ കണമലയിൽ പമ്പാ നദിക്ക് കുറുകെയുണ്ടായിരുന്ന കോസ്വേയ്ക്ക് പകരമാണ് പുതിയ പാലം നിർമ്മിച്ചത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് പാലം പണിക്കുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയായിരുന്നു ഇത്. അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് 6 കോടി രൂപ അനുവദിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മോൻസ് ജോസഫ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലുമിട്ടിരുന്നു. എങ്കിലും പാലത്തിനായുള്ള അപ്രോച്ച് റോഡിനായി സ്ഥലം വിട്ടു നൽകുവാൻ വനം വകുപ്പ് തയ്യാറായിരുന്നില്ല. റാന്നി നിയോജകമണ്ഡലത്തിലെ പമ്പാവാലിയിലെ അപ്രോച്ച് റോഡിന്റെ കാര്യത്തിലായിരുന്നു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത്. തുടർന്ന് രാജു എബ്രഹാം MLAയുടെ ഇടപെടലുകളെ തുടർന്ന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി നേടിയെടുക്കുവാനും വനഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുവാനും അനുവാദമുണ്ടായി. തുടർന്നാണ് പാലം പണികൾ ആരംഭിക്കുന്നത്. പണികൾ ആരംഭിച്ചുവെങ്കിലും പലപ്പോഴായി പണികൾ ഇഴഞ്ഞും മുടന്തിയും നീങ്ങി. പണികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളും കണമലയിൽ അരങ്ങേറി. പിന്നീട് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് സ്ഥലം സന്ദർശിക്കുകയും പാലം പണിയുടെ പൂർത്തീകരണത്തിന്റെ കൗണ്ട് ഡൗൺ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പ്രതികൂല കാലാവസ്ഥ വീണ്ടും പണികൾ തടസ്സപ്പെടുത്തി. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാജേന്ദ്രബാബുവിനെ പണികളുടെ പൂർണ്ണ ചുമതല നൽകി. 960 മീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. ഇരുവശത്തുമായി നടപ്പാതകൾ നിർമ്മിച്ചിട്ടുണ്ട്. 11.11 മീറ്ററാണ് പാലത്തിന്റെ വീതി. ഇതിൽ നടപ്പാത കഴിഞ്ഞ് 7.5 മീറ്റർ വീതിയാണ് പാലത്തിനുള്ളത്. പമ്പയുടെ ഇരുകരകളിലായി 2 പില്ലറുകളും ഓരോ അബഡ്മെന്റുകളുമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. എരുമേലിയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ പ്രധാന പാതയാണ് ഇത്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കണമല കോസ്വേയ്ക്ക് വീതി കുറവായതിനാൽ ഒറ്റവരി ഗതാഗതം മാത്രമാണ് ഇതുവരെ സാധ്യമായിരുന്നത്. ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതുവഴി വാഹന പ്രവാഹമാണ്. ഇതുമൂലം നിത്യവും വൻ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. തന്നെയുമല്ല, നദിയിൽ വെള്ളപ്പൊക്കം വരുന്ന പക്ഷം കോസ്വേ വെള്ളത്തിനു അടിയിലാകും. നാട്ടുകാരുടെയും ശബരിമല തീർത്ഥാടകരുടെയും നിരന്തരമായ ആവശ്യമായിരുന്നു പുതിയ പാലം എന്നത്. ഡിസംബർ 23-ാം തീയതി മുഖ്യമന്ത്രി പാലം ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഇതുവരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. സിറ്റി ന്യൂസ്, റാന്നി. ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിൽ എരുമേലിയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി.
ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ നിരീക്ഷണത്തിലായിരുന്നു എരുമേലി. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിച്ച ശേഷമാണ് അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടത്. ഡിസംബർ 6 പശ്ചാത്തലത്തിൽ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു എരുമേലിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. മെറ്റൽ ഡിറ്റക്ടറിലൂടെ പരിശോധന നടത്തിയ ശേഷമാണ് ഭക്തജനങ്ങളെ എരുമേലി വലിയമ്പലത്തിലേക്കും ചെറിയമ്പലത്തിലേക്കും കടത്തിവിട്ടത്. കോട്ടയം ARP ക്യാമ്പിൽ നിന്നും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സ്ഥലത്ത് എത്തിച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മുതൽ ദർശനത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ സന്നിധാനത്ത് തുടർന്നു. കർശന പരിശോധനയ്ക്ക് ശേഷമാണ് തീർത്ഥാടകരെ സോപാനത്തിലേക്ക് കടത്തിവിട്ടത്. 18-ാം പടി കയറുന്നതിന് മുൻപ് തീർത്ഥാടകനെ പൂർണ്ണമായും പരിശോധന നടത്തിയ ശേഷമാണ് കയറ്റിവിട്ടത്. അയ്യഭക്തർ കൊണ്ടുവന്ന സഞ്ചികളും പരിശോധിക്കുന്നുണ്ട്. സന്നിധാനത്ത് മൊബൈൽ ഫോണുകളുടെ ഉപയോഗം തടഞ്ഞിരുന്നു. ദർശനം കഴിഞ്ഞ തീർത്ഥാടകരെ പമ്പയിലേക്ക് മടക്കി അയച്ചിരുന്നു. എരുമേലി പുല്ലുമേട് വഴിയുള്ള പാതകളിലൂടെ എത്തുന്ന തീർത്ഥാടകരെ പരിശോധിക്കുവാൻ പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്ത ജീവനക്കാരെ സോപാനത്തിലേക്ക് കടത്തിവിട്ടില്ല. സന്നിധാനത്ത് സേവനത്തിലുള്ള കേന്ദ്ര ദ്രുതകർമ്മസേന, പോലീസ് എന്നിവർക്ക് പുറമെ സംസ്ഥാന പോലീസിന്റെ തണ്ടർബോൾട്ട് കമാൻഡോകളും ആന്ധ്രാപ്രദേശ് പോലീസും തീർത്ഥാടകരെ പരിശോധിച്ചു. സാധാരണ തീർത്ഥാടകർക്ക് പുറമെ VIP-കളെയും സന്നിധാനത്ത് നിയന്ത്രിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ചാത്തൻതറ മുക്കൂട്ടുതറ റോഡിലെ കൊല്ലമുള കലിങ്ങിന്റെ വീതി വർദ്ധിപ്പിച്ച് 2 വരി ഗതാഗതം സാധ്യമാക്കുമെന്ന് രാജു എബ്രഹാം MLA അറിയിച്ചു. ഇതിനായി MLA ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിക്കുമെന്നും MLA പറഞ്ഞു. വീതി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കലിങ്ങിന്റെ പഴയ അടിത്തറ ബലപ്പെടുത്തുമെന്നും MLA അറിയിച്ചു. ഇടവേള. Trine Suites, the lake-facing 48 super deluxe fully furnished apartments with world-class amenities. Located at most serene location in Arur at Kochi, facing Vembanad Lake. Call 9349-892210, 9349-383837. വാർത്തകൾ തുടരുന്നു. മതമൈത്രിയുടെ ഉദാത്ത സന്ദേശമാണ് ശബരിമല അയ്യപ്പനും വാവരുസ്വാമിയും. ഉച്ചനീചത്വങ്ങളില്ലാതെ ഏവരും ഒന്നാകുന്നിടത്ത് ആത്മീയതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും കാലാതീതമായ സന്ദേശമാണ് ഇരുവരും. ജാതി വ്യത്യാസമില്ലാതെ എത്തിച്ചേരുന്നിടമാണ് ശബരിമല. ജാതി ചിന്തയും മൈത്വവും കൊടിവത്തിവാണിരുന്ന കാലത്തിനും എത്രയോ മുമ്പ് ലോകത്തിനാകമാനം മാർഗദർശനം നൽകിയ ഒരു ഉയർന്ന സ്ഥാനമാണ് ശബരിമല അലങ്കരിക്കുന്നത്. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവരും ഒന്നാകുന്ന ഇടമാണ് ശബരിമല. മറ്റൊരു ഹൈന്ദവ ദേവാലയത്തിലും കാണാത്ത മതമൈത്രിയാണ് ശബരിമലയിൽ ഉള്ളത്. മല കയറുന്ന ഭക്തർ എരുമേലിയിൽ വാവരുടെ മുസ്ലിം പള്ളിയിൽ എത്തി അനുഗ്രഹം തേടുന്നു. യുദ്ധത്തിൽ അയ്യപ്പന്റെ സുഹൃത്തായിരുന്ന വാവർ മക്കമ്പുരയിൽ ഇസ്മയിൽ ഗോത്രത്തിൽ പാത്തുമ്മയുടെ പുത്രനായി ജനിച്ച ആളാണെന്നാണ് വാവർ മഹാത്മ്യം പറയുന്നത്. എരുമേലിയിൽ എത്തുന്ന അയ്യപ്പഭക്തർ വാവരുസ്വാമിയെ കണ്ട് കുരുമുളക് വഴിപാട് നൽകി യാത്ര തുടരുന്നു. ഈ പതിവ് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ആചാര അനുഷ്ഠാനം കൂടിയാണ്. അറബി സൂക്തങ്ങൾ എഴുതിയ ഈ നടയിൽ വാവരുസ്വാമിയെ ദർശിക്കുവാൻ കോടിക്കണക്കിനാണ് ഭക്തർ എത്തുന്നത്. ശബരിമല ക്ഷേത്രം ഒരു നാടിന്റെ ആത്മീയ സ്പന്ദനമായി നിലനിൽക്കും പോലെ മതസൗഹാർദ്ദത്തിൽ അടിസ്ഥാനമായി ദേശഭക്തിയിലും ദൈവഭക്തിയിലും ഒരുപോലെ അടിയുറച്ച് കാലാതീതമായി നിലകൊള്ളുന്ന ഒന്നാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ശബരിമലയിലെ മൂർത്തിയായ അയ്യപ്പന്റെ അംഗരക്ഷകനും ഉറ്റ മിത്രവുമായിരുന്ന ഒരു മുസ്ലിം യോദ്ധാവാണ് വാവർ. വാവരെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും ആധികാരികമായ അറിവ് ലഭിക്കുന്നത് വാമൊഴിയായി പ്രചരിച്ചു പോരുന്ന ശാസ്താംപാട്ടുകളിൽ നിന്നും ശ്രീഭൂത നാദോപാഖ്യാനം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ നിന്നുമാണ്. സിരി ന്യൂസ്, സന്നിധാനം. ശബരിമലയിൽ വെടിവഴിപാടിന് തിരക്കേറുന്നു. അനുഗ്രഹപ്രാപ്തിക്കും രോഗശാന്തിക്കും വേണ്ടിയാണ് ഭക്തർ ശബരിമലയിൽ വെടിവഴിപാട് നടത്തുന്നത്. കലിയുഗഭരതനായ ശബരീശന്റെ പ്രീതിക്കായി ഭക്തർ നേരുന്ന വെടിവഴിപാടിന് തിരക്കേറുകയാണ്. സന്നിധാനത്ത് നടപ്പന്തലിന് സമീപവും ശരംകുത്തിക്ക് സമീപവുമാണ് വെടിവഴിപാട് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അനുഗ്രഹപ്രാപ്തിക്കും രോഗശാന്തിക്കുമാണ് ഭക്തർ പ്രധാനമായും വെടിവഴിപാട് നേരുന്നത്. പേരും നാളും പറഞ്ഞാണ് ഭക്തർ വെടിവഴിപാട് നടത്തുന്നത്. ഒരു ഭക്തനിൽ നിന്നും 10 രൂപയാണ് സംഭാവനയായി വാങ്ങുന്നത്. വഴിപാടിന്റെ ഭാഗമായി
ഒരേ സമയം 20 വെടിവഴിപാട് വരെ ഒരു ഭക്തന് നേരാം. സിറ്റി ന്യൂസ് സന്നിധാനം. സായുധസേന പതാക നിധി സമാഹരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ നിർവഹിച്ചു. റാന്നി സെൻട്രൽ ലയൺസ് ക്ലബ്, മുളക്കുഴ സെഞ്ചുറി ആശുപത്രി നേത്രവിഭാഗം, ദൃഷ്ടി ചാരിറ്റബിൾ സൊസൈറ്റി, അഗാപ്പെ സൊസൈറ്റി, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 12, 13, 14, 15 വാർഡുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡിസംബർ 9 ചൊവ്വാഴ്ച രാവിലെ 8:30 മുതൽ 1:30 വരെ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് പഴവങ്ങാടിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടത്തുന്നു. കീഹോൾ സർജറി, ഫാക്കോ സർജറി എന്നിവ RSBY ഇൻഷുറൻസ് കാർഡുള്ളവർക്ക് സൗജന്യമായി ചെയ്തു കൊടുക്കും. ക്യാമ്പിന് ഡോക്ടർ വർക്കി ചെറിയാൻ MS നേതൃത്വം നൽകും. ക്യാമ്പിന്റെ ഉദ്ഘാടനം പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജു വളഞ്ഞതുരുത്തിൽ നിർവഹിക്കും. നിര്യാതനായി. റാന്നി വൈക്കം വടക്കേപ്പാറാനിക്കൽ PK സാബുവിന്റെയും ഓമനയുടെയും മകൻ സിബിൻ തോമസ് അബുദാബിയിൽ നിര്യാതനായി. 24 വയസ്സായിരുന്നു. അപകടത്തെ തുടർന്നായിരുന്നു മരണം. സംസ്കാരം പിന്നീട് നടക്കും. റാന്നി പെരുമ്പുഴയിൽ വെബ് ഡിസൈനിംഗ് സ്ഥാപനം നടത്തിവന്ന സിബിൻ തോമസ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഉദ്യോഗാർത്ഥം അബുദാബിയിലേക്ക് പോയത്. സീമ, സച്ചിൻ എന്നിവർ സഹോദരങ്ങളാണ്. റാന്നി അങ്ങാടി പുളിമുക്ക് വേലിക്കിഴക്കേതിൽ ബിനോയ് ബേബി നിര്യാതനായി. 40 വയസ്സായിരുന്നു. സംസ്കാരം 8-ാം തീയതി തിങ്കളാഴ്ച 3 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. പരേതൻ റാന്നി മറ്റപ്പള്ളിയിൽ കുടുംബാംഗമാണ്. ചിങ്ങവനം പള്ളത്തറ കുടുംബാംഗം പ്രിയമോൾ ഫിലിപ്പാണ് ഭാര്യ. ബിബിൻ, ബെബിൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മദ്യനയം സംബന്ധിച്ച് UDFിലും കോൺഗ്രസിലും ചർച്ച ചെയ്യുന്നതാണ് ഉചിതമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റാന്നിയിൽ നാഷണൽ ലോക് അദാലത്ത് നടന്നു. തീർപ്പാക്കാതെ കിടന്ന നിരവധി കേസുകൾക്കും ഫയലുകൾക്കും തീർപ്പായി. എരുമേലി ശബരിമല പാതയിലെ കണമലപ്പാലം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 23-ന് ഉദ്ഘാടനം ചെയ്യും. 7,60,00,000 രൂപയാണ് നിർമ്മാണ ചെലവ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.